ഹായ് ഓൾ ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം കേട്ടോ. അതിൽ എന്തൊക്കെ ഇടണമെന്നൊക്കെ നോക്കാം. ഇതിലിതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പച്ചമുളക് 2 നടു കീറിയത്, പിന്നെ ഉപ്പ് ഇതാ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. അത് ആവശ്യത്തിന് ഉപ്പില്ല പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആ കപ്പിലത്തെ വെള്ളം മുഴുവനൊന്നും ഒഴിച്ചിട്ടില്ല, ഇത്തിരി കമ്മിയുണ്ട്, കുറച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ റെഡിയാക്കി. ഇനി അതിലേക്ക് 1 പച്ചമുളകിനെ നടു കീറിയിട്ട് അത്, പിന്നെ ചെറിയ ജീരകം അത് 1 ടീസ്പൂൺ കേട്ടോ. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ, മാമ്പഴ പുളിശ്ശേരി പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെച്ചു, നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തോന്ന് മാത്രം. അപ്പം ഞാൻ മെല്ലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മോര് കൂട്ടി കൊടുക്കാം. ഇതാണ്ട മക്കളെ, ഇതിന് 1 ഗ്ലാസ് തൈരാണ് കേട്ടോ. അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് തേങ്ങ കൂട്ടി തിളച്ചോ നോക്കാം. തിളച്ചു. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തൈര് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതങ്ങോട്ടായി. പിന്നെ താളിക്കലല്ലേ, അപ്പോൾ നമുക്ക് തൈര് കൂട്ടി കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചുഴറ്റി ഒഴിക്കാം. ഇനി തിളയ്ക്കാൻ പാടില്ല. ഇനി ഇത് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ചൂടായാൽ നമുക്കിങ്ങോട്ട് ഇറക്കി വെക്കാം, എന്നിട്ട് താളിക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് താളിക്കാം. കടുകിട്ടു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ തൊട്ട് കൊടുത്താൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരും കേട്ടോ. അത് എല്ലാവരും കാണുക.